എല്ലാവർക്കും DJ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് വെള്ളറടയിൽ നിന്നാണ്. വെള്ളറടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായി കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ യാത്ര വെള്ളറട KSRTC ബസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മളിന്ന് വെള്ളറടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന റൂട്ട് വെള്ളറടയിൽ നിന്ന് ചെമ്പൂർ, ഒറ്റശേഖരമംഗലം, മണ്ഡപത്തിൻകടവ്, കാട്ടാക്കട, മലയൻകീഴ്, വഴുതക്കാട് വഴിയാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. വെള്ളറടയിൽ നിന്ന് കാട്ടാക്കട വഴി തിരുവനന്തപുരത്തേക്കും മെഡിക്കൽ കോളേജിലേക്കും എല്ലാ 20 മിനിറ്റിലും ചെയിൻ സർവീസ് KSRTC വെള്ളറട ഡിപ്പോ നടത്തുന്നുണ്ട്. വെള്ളറടയെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ഒരു അതിർത്തി ഗ്രാമമാണ് വെള്ളറട. വെള്ളറട ഒരു പഞ്ചായത്ത് ആസ്ഥാനമാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ പെരിങ്ങടവിള ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു പഞ്ചായത്താണ് വെള്ളറട. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ ഒരു ഗ്രാമമാണ് വെള്ളറട. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പാറശാല കാസർഗോഡ് മലയോര ഹൈവേ പാസ് ചെയ്യുന്നത് വെള്ളറട വഴിയാണ്. മാത്രമല്ല നമ്മുടെ ഈ പാറശാല കാസർഗോഡ് മലയോര ഹൈവേ നെടുമങ്ങാട് ആലുവ സ്റ്റേറ്റ് ഹൈവേ ആയിട്ടും ലിങ്ക് ചെയ്ത് പോകുന്നത്, അതും വെള്ളറട ടച്ച് ചെയ്താണ് ആ ഒരു റോഡും പോകുന്നത്. മലയോര ഹൈവേ ആ ഒരു കൺസ്ട്രക്ഷൻ ആരംഭിച്ചതിന് ശേഷം കളിയിക്കാവിളിൽ നിന്ന് വെള്ളറട വഴി ഈരാറ്റുപേട്ടയ്ക്കും തൃശ്ശൂരിനുമൊക്കെ നെടുമങ്ങാട് വഴി സൂപ്പർ ഫാസ്റ്റ് സർവീസ് KSRTC ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ തെക്കൻ കുരിശുമല വെള്ളറടയിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം അകലെയാണ്. മാത്രമല്ല വെള്ളറടയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയാണ് കന്യാകുമാരി ജില്ലയിലെ തൃപ്പരപ്പ് വാട്ടർഫാൾസ്, തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം, പിന്നെ കന്യാകുമാരി ജില്ലയിലെ തന്നെ ചിറ്റാ ഡാം. ഇതെല്ലാം വെള്ളറടയിൽ നിന്ന് വളരെ അടുത്താണ്. നമ്മൾ നെടുമങ്ങാട് ആലുവ ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന ചിറ്റാ ഡാമിൻ്റെ സൈഡിൽ കൂടെയുള്ള ആ ഒരു യാത്രയെല്ലാം വെള്ളറടയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാത്രം അടുത്താണ്.
നമ്മളിപ്പോൾ മണ്ഡപത്തിൻ കടവിൽ നെയ്യാർ നദിയാണ് ഇപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ഡപത്തിൻ കടവിൽ നിന്ന് നെയ്യാർ ഡാം വരെ 8 കിലോമീറ്ററാണ് ദൂരം. കളിയിക്കാവിളയിൽ നിന്ന് വെള്ളറയിലേക്ക് നമ്മുടെ തെക്കൻ അതിർത്തി റോഡ് വഴി ഒരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു KSRTCയിൽ. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് അഭിപ്രായം പറയുക. നമ്മളിപ്പോൾ കാട്ടാക്കടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട താലൂക്കാണ് കാട്ടാക്കട താലൂക്ക്. നമ്മളിപ്പോൾ കാട്ടാക്കട ബസ് സ്റ്റാൻഡിലോട്ട് കയറാൻ പോവുകയാണ്. വെള്ളറട കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ പ്രധാനപ്പെട്ട ഒരു അതിർത്തി പ്രദേശമാണെങ്കിലും KSRTC ഒരേ ഒരു ഇൻ്റർസ്റ്റേറ്റ് സർവീസ് മാത്രമാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളറടയിൽ നിന്ന് നടത്തുന്നത്. വെള്ളറടയിൽ നിന്ന് കമ്പത്തേക്കാണ് ആ ഒരേ ഒരു ഇൻ്റർസ്റ്റേറ്റ് സർവീസ് നമ്മുടെ വെള്ളറട ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. വെള്ളറടയോട് അടുത്ത് കിടക്കുന്ന കന്യാകുമാരി ജില്ലയിലേക്ക് വെള്ളറട ഡിപ്പോയിൽ നിന്ന് നിലവിൽ ഒരു സർവീസും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. കുറച്ചു കാലം മുൻപ് വരെ വെള്ളറട ഡിപ്പോയിൽ നിന്ന് മാർത്താണ്ഡം വഴി തിരുവനന്തപുരത്തേക്ക് ഒരു സർവീസ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ബസ് കൊറോണയ്ക്ക് ശേഷം ആ സർവീസ് പുനരാരംഭിച്ചിട്ടില്ല. പിന്നെ വെള്ളറട വഴി പാസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇൻ്റർസ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ കന്യാകുമാരിയിൽ നിന്നുള്ള നെടുമങ്ങാട് സർവീസാണ്. ശരിക്കും ഇപ്പം മലയോര ഹൈവേ കൂടെ നിലവിൽ വന്ന സ്ഥിതിക്ക് ഇനി ആ ഒരു റൂട്ടിൽ തന്നെ യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കും. അതിനാൽ തന്നെ KSRTC തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും സംയുക്തമായി ചേർന്ന് ഒരു നിശ്ചിത ഇടവേളകളിൽ, അതായത് ഒരു 3/4 മണിക്കൂറോ 40 മിനിറ്റോ ഗ്യാപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട വെള്ളറട വഴി വെള്ളറട കുലശേഖരം വഴി ഉള്ള നാഗർകോവിൽ സർവീസോ അല്ലെങ്കിൽ നെടുമങ്ങാട് നിന്ന് വെള്ളറട കുലശേഖരം തക്കല വഴി നാഗർകോവിൽ സർവീസോ ഒരു നിശ്ചിത ഇടവേള സമയങ്ങളിൽ ആരംഭിക്കാവുന്നതാണ്.
അങ്ങനെ ഒരു റൂട്ട് ആരംഭിച്ചാൽ തന്നെ വളരെയധികം ക്ലിക്കാകാൻ സാധ്യതയുള്ള ഒരു റൂട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഒത്തിരി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആ ഒരു മലയോര പ്രദേശത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ കഴിയുന്ന ഒരു റൂട്ടാണ് ഈ ഒരു മലയോര ഹൈവേ റൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ആകപ്പാടെ നെടുമങ്ങാടിലേക്കുള്ള തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരേ ഒരു ബസ് മാത്രമാണ് 2 ട്രിപ്പ് സർവീസ് നടത്തുന്നത് ആ ഒരു റൂട്ടിൽ. ശരിക്കും ഈ ഒരു ഇൻ്റർസ്റ്റേറ്റ് സർവീസിൽ നാഗർകോവിൽ തിരുവനന്തപുരം റൂട്ടിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷനും KSRTCയും ആ ഒരു ട്രഡീഷണൽ റൂട്ടിൽ തന്നെ ഇങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല പല പുതിയ റൂട്ടുകളും നിലവിൽ വന്നു കഴിഞ്ഞു. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തീരദേശ ഹൈവേ വഴിയുള്ള റൂട്ട് കന്യാകുമാരിക്ക് ആ ഒരു റൂട്ട് നിലവിൽ വന്നു കഴിഞ്ഞു. ഒത്തിരി ആൾക്കാർ ആ ഒരു റൂട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ നമ്മുടെ ഈ വെള്ളറ വഴി കുളശേഖരം ആ ഒരു ഭാഗം വഴിയുള്ള റൂട്ടും നിലവിലുണ്ട്. ഇതുവഴിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നിശ്ചിതമായ ഇടവേളകളിൽ ബസ് ഓട്ടിക്കാവുന്നതാണ്. തീർച്ചയായും കൃത്യമായിട്ട് ബസ് സർവീസ് ഉണ്ടെങ്കിൽ അതുവഴി നല്ലൊരു കളക്ഷൻ കിട്ടുന്ന ഒരു റൂട്ട് തന്നെ ആയിരിക്കും. ഭാവിയിൽ ഇങ്ങനെയുള്ള പുതിയ റൂട്ടുകളൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ ഏകദേശം തിരുവനന്തപുരം സിറ്റി ലിമിറ്റിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. വെള്ളാടയിൽ നിന്ന് എല്ലാ 20 മിനിറ്റ് ഗ്യാപ്പിലും കാട്ടാക്കട വഴി തിരുവനന്തപുരത്തേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ അവൈലബിൾ ആണ്.
അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നേരെ കാണുന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ട്രിവാൻഡ്രം സെൻട്രൽ ബസ് സ്റ്റാൻഡും. ട്രിവാൻഡ്രം സെൻട്രൽ ബസ് സ്റ്റേഷനെ പറ്റിയും റെയിൽവേ സ്റ്റേഷനെ പറ്റിയൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിന്നെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. ആ വീഡിയോയിൽ ഇപ്പോൾ ബസ് സ്റ്റേഷനിൽ ഏതൊക്കെ ബസ് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത് ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണാത്തവർ ഉണ്ടെങ്കിൽ, അറിയാൻ ആഗ്രഹമുള്ളതുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അതേപോലെ തന്നെ പഴയ വീഡിയോസും കണ്ട് അഭിപ്രായമൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.